ബിഗ് ബോസ് സീസൺ 6-ന് ഉറക്കം തൂങ്ങി സീസൺ എന്ന ചീത്തപ്പേര് ഷോ തുടങ്ങി കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ വന്നിരുന്നു. അത് മാറ്റാനായി 6 വൈൽഡ് കാർഡുകളാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് അയച്ചത്. അതിൽ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രതീക്ഷയുണ്ടായിരുന്ന സീക്രട്ട് ഏജന്റ് സായി ഉൾപ്പെടെ 4 പേരും നനഞ്ഞ പടക്കങ്ങളായപ്പോൾ ഉറങ്ങിക്കിടന്ന ബിഗ് ബോസ് വീടിനെ ഉണർത്തിയതും ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റിയതും DJ സിബിനും പൂജയുമാണ്. എന്നാൽ ഇവർ 2 പേരും ഒരേ സമയം ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തുപോയത് പ്രേക്ഷകരെ ഞെട്ടിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നാട്ടിൽ തിരിച്ചെത്തിയ സിബിൻ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് നടത്തിയത്. എയർപോർട്ടിലെത്തിയ മാധ്യമപ്രവർത്തകർക്ക് മറുപടി നൽകുകയായിരുന്നു സിബിൻ. താങ്കൾ ഓക്കെ ആണോ എന്ന ചോദ്യത്തിന് എനിക്കൊരു കുഴപ്പവുമില്ല. വിഷമം വരുമ്പോൾ മനുഷ്യർ കരയില്ലേ, അതുപോലെ ഞാനും കരഞ്ഞു, എൻ്റെ വിഷമം പോയി എന്നായിരുന്നു സിബിൻ പറഞ്ഞത്. ബിഗ് ബോസിൽ നിന്ന് പിന്മാറിയതിനെ പറ്റിയായി പിന്നീടുള്ള ചോദ്യങ്ങൾ. ഷോ ഞാൻ ക്വിറ്റ് ചെയ്തതല്ല. എനിക്ക് ഗെയിമിൽ നിന്ന് പോകണമെന്നില്ലായിരുന്നു. ഇതിൽ നിന്ന് മാറിയത് എൻ്റെ തീരുമാനമല്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറ്റുന്നുവെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കിപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളില്ല, ഞാൻ ഓക്കെയാണ്. ലാലേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ എന്നെ വേദനിപ്പിച്ചു. ഒന്നിനു പുറകെ ഒന്നായി മെഷീൻ ഗൺ പോലെയുള്ള ഫയറിംഗ് ആയിരുന്നല്ലോ. ഞാനൊരു എൻ്റർടൈനർ ആണല്ലോ. ലാലേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റർടൈൻ ചെയ്യുന്നില്ലേ, ജനങ്ങൾക്കത് എൻ്റർടൈൻ ആവുന്നില്ലേ എന്നൊക്കെ ഒരു തോന്നൽ വന്നു. എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനവിടെ നിൽക്കണം എന്ന ചിന്ത എന്നിലേക്ക് കടന്നുകൂടി. ഞാൻ ആകെ ഡൗൺ ആയപ്പോൾ ആറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറണമെന്ന് തോന്നി. അതാണ് ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ടത്. 1% പറ്റുമെങ്കിൽ ഞാൻ തിരിച്ചു വരും എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ വാക്കൗട്ട് ചെയ്യുകയോ ക്വിറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ബിഗ് ബോസ് ആണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അതിനെക്കുറിച്ച് വിശദമായി ഞാൻ പിന്നീട് പറയാം എന്നായിരുന്നു സിബിൻ്റെ മറുപടി. സിബിൻ കാണിച്ച ആംഗ്യം എന്തുകൊണ്ട് പ്രക്ഷേപണം ചെയ്തില്ല എന്ന ചോദ്യത്തിന് അത് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ് റൂൾസിനെതിരാണ്. ആ ചേഷ്ടയുടെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്കാണ്. ഫ്രസ്ട്രേഷൻ വന്നപ്പോൾ കയ്യിൽ നിന്ന് പോയി. ഊള എന്നൊക്കെ വിളിക്കാൻ എനിക്കറിയില്ല. എനിക്ക് പറ്റുന്ന രീതിയിൽ മാന്യമായി ഞാൻ ആ ഫ്രസ്ട്രേഷൻ പ്രകടിപ്പിച്ചു. തെറ്റായിപ്പോയി. കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയാമെന്ന് പറഞ്ഞ് സിബിൻ കൂട്ടുകാരോടൊത്ത് വീട്ടിലേക്ക് മടങ്ങി. പൂജയും നാട്ടിൽ തിരികെ എത്തിയിട്ടുണ്ട്. നടക്കാൻ ഇപ്പോഴും പ്രയാസമുണ്ടെന്നും തുടർ ചികിത്സയ്ക്കായി പോകുന്നുവെന്നും പൂജ പറഞ്ഞു.